ഭക്ഷണം കുഴച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഷർട്ടിന്റെ ബട്ടൺ ഇടാനോ ബ്ലൗസിന്റെ ഹുക്ക് ഇടാനൊക്കെ ആയിട്ട് പഴയതുപോലെ എളുപ്പത്തിൽ പറ്റുന്നില്ല. മോഷൻ പോകാനോ യൂറിൻ പോകാനോ ഉള്ള ഒരു തടസ്സം കാണുകയും അത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സർവൈക്കൽ മൈലോപ്പതിയിൽ കാണുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഡേവിസ് ജോൺ, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ആൻഡ് സ്പൈൻ സർജൻ, ടെസ്ല സ്കാൻ സെൻ്റർ, ചാലക്കുടി. ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സർവൈക്കൽ മൈലോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനെ പറ്റിയാണ്. സർവൈക്കൽ മൈലോപ്പതി ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വരുന്ന സ്പൈനൽ കോഡിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഞെരുക്കം കാരണം കൊണ്ട് നമ്മുടെ കയ്യിലും കാലിലും ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ഒരു കുറവ്, അതിനെയാണ് സർവൈക്കൽ മൈലോപ്പതി എന്ന് വിശേഷിപ്പിക്കുന്നത്. സർവൈക്കൽ മൈലോപ്പതി കൂടുതലായിട്ടും കണ്ടുവരുന്നത് പ്രായമായവരിലാണ്. പ്രായമായവരിൽ തന്നെ ഇത് ഡിലേഡ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതും വളരെ കോമൺ ആയി കണ്ടുവരുന്നു. അതിനൊരു കാരണം ഇവർക്ക് മറ്റു വേറെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം കൊണ്ട് ഡോക്ടേഴ്സിനെ പലവരും മാറി മാറി കാണുകയും അത് കാരണം കൊണ്ട് ഈ ഡയഗ്നോസിസ് ഡിലേഡ് ആവുകയും അത് കാരണം കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റും ഡിലേഡ് ആവുന്നു. സർവൈക്കൽ മൈലോപ്പതി സാധാരണ രീതിയിൽ നമ്മളിൽ എന്തൊക്കെ കാണിക്കും? വളരെ കോമൺ ആയിട്ട് വരുന്നത് കഴുത്തുവേദനയാണ്. കഴുത്തിൽ നിന്ന് തോളിലേക്ക് ഇറങ്ങുന്ന കഴയ്ക്കുന്ന വേദനയോ കൈയിലേക്കും കാലിലേക്കും ഉണ്ടാകുന്ന മരയിപ്പോ പെരുപ്പോ അതിലുണ്ടാകുന്ന ഒരു ബലക്കുറവോ, നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാലൻസിങ് പ്രോബ്ലം, പെട്ടെന്ന് ഒരാൾ സൈഡിൽ നിന്ന് വിളിച്ചാൽ വീഴാനുള്ളൊരു ടെൻഡൻസി, പഴയതുപോലെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒപ്പിടാനോ അല്ലെങ്കിൽ കിച്ചണിൽ കറിക്ക് അരിയാനായിട്ടുള്ള ഒരു സ്പീഡിന്റെ ബുദ്ധിമുട്ട്, ഭക്ഷണം കുഴച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഷർട്ടിന്റെ ബട്ടൺ ഇടാനോ ബ്ലൗസിന്റെ ഹുക്ക് ഇടാനൊക്കെ ആയിട്ട് പഴയതുപോലെ എളുപ്പത്തിൽ പറ്റുന്നില്ല. മോഷൻ പോകാനോ യൂറിൻ പോകാനോ ഉള്ള ഒരു തടസ്സം കാണുകയും അത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സർവൈക്കൽ മൈലോപ്പതിയിൽ കാണുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒരു എക്സ്റേ എടുക്കുകയും അതിൻ്റെ ഒപ്പം MRIയിൽ കഴുത്തിന്റെ ഞരമ്പിൽ തന്നെ ഒരു ഷോഷിപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് സർവൈക്കൽ മൈലോപ്പതിയുടെ ഡയഗ്നോസിസിന്റെ കൺഫർമേഷൻ. ഇതിന് ഒരു പെർഫെക്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി മാത്രമല്ല, കഴുത്തിനുള്ള എക്സസൈസുകളുണ്ട്. പക്ഷേ ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ആയിരിക്കും. സർജറിയിൽ ഈ ഞരമ്പിന്റെ ഞെരുക്കം മാറ്റിക്കൊടുത്ത് ഫ്രീ ആക്കുന്നതാണ് സർജറിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർജറിയുടെ ട്രീറ്റ്മെന്റിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞരമ്പിന്റെ മേലെ ചെയ്യുന്ന സർജറി അല്ല, ഞരമ്പിന് ഞെരുക്കം മാറ്റിക്കൊടുക്കുന്ന സർജറി ആയതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷന് ശേഷവും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറുമോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സർജറി ചെയ്യണം? സർജറി ചെയ്യുന്നത് തുടർന്ന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൂടാതിരിക്കാനും അത് കാരണം കൊണ്ടുണ്ടാവുന്ന നമ്മുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കാതിരിക്കാനാണ് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സ്പൈൻ സർജനെ ന്യൂറോ സർജനെ കണ്ട് ഇതിന് ട്രീറ്റ്മെന്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. താങ്ക് യു.